ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഫാമിംഗ് എപ്പിസോഡ് അല്ല കേട്ടോ. നമുക്ക് പകൽ ഷൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ബ്രഹ്മ കോഴി കുഞ്ഞുങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. കാരണം ഇത് എന്ത് വില വരും, അല്ലെങ്കിൽ ഇത് എന്താണ് ഐറ്റം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കൾ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇട്ടു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ക്യാമറ വാങ്ങിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടുണ്ട്. ഒരു ഗോപ്രോ ഹീറോ 9 ആണ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ ഗോപ്രോ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ട ഐറ്റംസൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതെല്ലാം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതല്ല. നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കയറി വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ആമസോണിൽ ഡയറക്റ്റ് പോയാലും ഇതെല്ലാം കിട്ടും. അപ്പോൾ അതെന്താണെന്നുള്ളത്, എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കേട്ടോ, ആമസോണിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് ഏകദേശം 40ഓളം ഐറ്റംസ് ഇതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താണ് സംഭവം, എങ്ങനെയൊക്കെയാണെന്നുള്ളത് കേട്ടോ. നമ്മൾ പ്രീപെയ്ഡാണ്, മുൻകൂട്ടി ക്യാഷ് പേ ചെയ്തിട്ടുള്ള ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിച്ച് നോക്കാം. സംഭവം ഏകദേശം നല്ല വെയിറ്റ് ഉണ്ട്, ഒരു കിലോയുടെ അടുത്ത് വെയിറ്റുള്ളതാണ്. നമുക്കിവിടെ പൊട്ടിക്കാം. അകത്ത് വേറൊരു കവറുണ്ട്. ഓക്കെ, നമ്മുടെ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, എല്ലാ ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇത് സീൽഡ് കവറാണ് കേട്ടോ. ഇതിങ്ങനെ സീൽ ചെയ്ത് വന്നിട്ടുള്ള കവറാണ്. ഇങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് പുറത്തേക്ക് വയ്ക്കാം. വേഗം താഴത്തേക്കൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെള്ളത്തിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ് കേട്ടോ. സ്ട്രാപ്പുണ്ട്, ഇതൊരു സ്റ്റിക്ക്. ഇതൊക്കെ നമ്മുടെ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതെല്ലാത്തേക്കും ഒരു ചെറിയ കവറുണ്ട്. ഇത് ചെസ്റ്റിൽ വെക്കുന്ന കേട്ടോ. ചെസ്റ്റിൽ വെച്ച് ക്യാമറ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തലയിൽ അങ്ങനെ ഫിറ്റ് ചെയ്യാനുള്ള സംഭവം കൂടി ഉണ്ടാവും. ഇത് തലയിൽ അങ്ങനെ ഹെൽമെറ്റ് അല്ലാതെ തലയിൽ വെച്ച് ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്യാനുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 40ഓളം ഐറ്റംസ് ഇതിനകത്തുണ്ട്. ഇത് മറ്റേ കയ്യിൽ ചുറ്റി ഒരു ബാൻഡ് പോലെ ചുറ്റിയിട്ട് അതിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഐറ്റമാണ്. ഇതൊക്കെ അതിൻ്റെ ക്ലിപ്പുകളാണ് കേട്ടോ, ഓരോരോ ക്ലിപ്പുകളാണ്. ഇതൊരു സ്റ്റിക്കാണ്. ഇത് ഇങ്ങനെ നീളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്. ഇതാണ്, ഇവിടുന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളത്തിലൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ എല്ലാ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. എന്തായാലും സംഭവം ഇത് ഏകദേശം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 4000 ചില്ലറ രൂപയാണ് MRP. പക്ഷേ നമുക്കത് ഇപ്പോൾ ഈ ഡിസ്കൗണ്ടിൽ 1499 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ഏകദേശം 1500 രൂപയ്ക്ക് ഇത്ര ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ട, വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇത് ഓരോ ക്ലിപ്സും നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ്. അപ്പോൾ ഇതിലൊക്കെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ പാലക്കാടൻ എന്നുള്ള ചാനലിലേക്ക് വ്ളോഗിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ പാലക്കാടൻ സർക്കിട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ഒരു സംഭവം നമ്മൾ തുടങ്ങുന്നുണ്ട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. നമ്മൾ ഈ ഐറ്റംസൊക്കെ കയ്യിൽ കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ക്യാമറ കിട്ടിയത്. കാരണം ക്യാമറ നമ്മൾ ഓർഡർ ചെയ്ത സമയത്ത് എന്തോ കൊറോണയുടെ വിഷയം എന്തോ വരാൻ ഭയങ്കര ഡിലേ ആയി. പറഞ്ഞ ഡേറ്റിനൊന്നും വന്നില്ല. അതൊക്കെ 2 ആഴ്ചയോളം വൈകിട്ടാണ് ക്യാമറ കിട്ടിയത്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് തുറന്ന് കാണാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കവറിനകത്ത്. ജസ്റ്റ് ഒന്ന് ഇതവിടെ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അതെ, നമുക്ക് പുറത്തേക്ക് എടുക്കാം. നല്ല സേഫ്റ്റി ആയിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. സേഫ്റ്റി ആവാതിരിക്കില്ല, കാരണം വിലയുള്ള സാധനമല്ലേ അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. പിള്ളേർ ഇവിടെ ചുറ്റിനും കൂടിയിട്ടുണ്ട്. അവർക്ക് എന്തിനാണെന്നറിയാം, ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ചുറ്റിനും കൂടിയിരിക്കുന്നത്. അവരിങ്ങനെ പൊട്ടിച്ച് കളിക്കാം. എന്തായാലും പൊട്ടിക്കാൻ കുറേ ഉണ്ട്. അതാ നമ്മുടെ സാധനം വന്നു. ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. നല്ല ബോക്സിനകത്ത് തന്നെയാണ്, അടിപൊളിയാണ്. നമുക്ക് ഇതുകൂടെ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. കുട്ടികളാ അത് പൊട്ടിക്കുന്ന സാധനം കൊണ്ടുപോയിട്ട് അതിൻ്റെ ബഹളമാണ് കേട്ടോ. അത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് പൊട്ടിക്കണം. ഇതേ ബോക്സ്, ആഹാ, നമ്മളെ കുറേ നാളായിട്ടുള്ളൊരാഗ്രഹമാണ് ഗോപ്രോ എടുക്കുക എന്നുള്ളത്. ഗോപ്രോ എന്നല്ല, ഒരു ക്യാമറ എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോപ്രോ എടുത്തിരിക്കുന്നത്. ഒന്ന് തുറന്നു നോക്കാം. വളരെ സന്തോഷമുണ്ട്, വളരെ വളരെ സന്തോഷമുണ്ട്. ഒന്ന് തുറന്നു നോക്കാം. എവിടെ ഇപ്പോൾ അത് പൊട്ടിക്കുക? അവിടെയാണ് പൊട്ടിക്കുക അല്ലേ. ഓക്കെ, ഇതിനകത്തൊരു ബോക്സ് ഉണ്ട് കേട്ടോ. ഇതെ അകത്ത് ഇങ്ങനെ ഒരു ബോക്സിലാണ്. അപ്പോൾ ഇതിനകത്താണ് സാധനം ഇരിക്കുന്നത്. തുറന്നു നോക്കാം അല്ലേ. ഇതേ തുറക്കാണ്. സംഭവം അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അല്ലേ. ഇതേ നമ്മുടെ ഐറ്റംസ് ഇരിക്കണം കേട്ടോ. വാവ്, ക്യാമറ, ചാർജ് ചെയ്യാനുള്ളത്, ബാറ്ററി, പിന്നെ അതിൻ്റെ മൗണ്ട്, അതിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം ഇതാണ് കേട്ടോ. വാവ്, ഇതാണ് നമ്മുടെ ഗോപ്രോ ഹീറോ 9. അപ്പോൾ നമ്മൾ വളരെയേറെ ആഗ്രഹിച്ച് നമ്മൾ വാങ്ങിയിട്ടുള്ള ക്യാമറയും അതിൻ്റെ ആക്സസറീസൊക്കെ കണ്ടുവല്ലോ. നമ്മളിതിൻ്റെ കൂടെ ഒരു മെമ്മറി കാർഡ് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 128 GB ഒരു മെമ്മറി കാർഡ് കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊട്ടിക്കുന്ന സമയത്തൊന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ മറ്റൊരു വിഷമം പിടിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്യാമറയൊക്കെ വാങ്ങിച്ച് പാലക്കാടൻ സർക്കിട്ട് എന്ന് പറയുന്ന എപ്പിസോഡുകളൊക്കെ തുടങ്ങാമെന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷേ ക്യാമറ നമ്മുടെ കയ്യിൽ കിട്ടിയ ആ സമയത്ത് കേരളത്തിലെ കൊറോണ പോസിറ്റീവ് നിരക്ക് വളരെയേറെ കൂടിയ സമയമായിരുന്നു. 25,000 അതിന് മുകളിലൊക്കെ ആയിരുന്നു ഒരു ഡെയിലി വന്നിരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. എന്തായാലും ക്യാമറ നമ്മൾ ഇവിടെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചാനലിൽ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പെട്ടെന്ന് കൊറോണയൊക്കെ മാറിയിട്ട് ഒരു അവസരം വരട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ.